നമസ്കാരം. തൊടുകുറി ശാസ്ത്രം വളരെ കൃത്യതയുള്ളതും ദൈവത്തിൻ്റെ സൂചന ആയി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഈ അധ്യായത്തിലൂടെ ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ തൊടുകുറിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതായ ആഗ്രഹങ്ങൾ അത് നടക്കുമോ ഇല്ലയോ എന്ന്, നിങ്ങളുടെ ആവശ്യം നടക്കുമോ ഇല്ലയോ എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതായ 2 വിശേഷപ്പെട്ടതായ ചിത്രങ്ങൾ അതിലൊരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അതിൽ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾ കണ്ണുകൾ അടച്ച് ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആ ആഗ്രഹം നടക്കണം എന്ന് നിങ്ങളുടെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന 2 വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേത് സിന്ദൂരമാണ്, രണ്ടാമത്തേത് മഞ്ഞളാകുന്നു. രണ്ടും വളരെ വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്ന ആ സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നത്. കണ്ണുകൾ തുറക്കുമ്പോൾ ഇതിൽ ഏത് ചിത്രമാണ് കാണുന്നത് എങ്കിൽ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് നടത്തുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം നമോ നാരായണായ എന്ന് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. നിങ്ങളുടെ പ്രയത്നവും ഭാഗ്യവും ഒന്ന് ചേരുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നതായ ആ കാര്യം നടക്കും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ആദ്യത്തെ ചിത്രമായ കുങ്കുമമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഈ പരാമർശിക്കും വിധം നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ആഗ്രഹം നടക്കുവാൻ സാധിക്കും എന്ന് തന്നെ കാണുവാനേ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അതിനുള്ള അവസരങ്ങൾ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും. കുങ്കുമം ഈശ്വരനുമായി അല്ലെങ്കിൽ ദേവിയുമായി പ്രധാനമായും ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു വസ്തുവാണ്. നിങ്ങളിൽ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നു എന്നതിനാൽ തന്നെയാണ് ദേവിയുടെ അനുഗ്രഹം പ്രത്യേകിച്ചും നിറഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെയാണ് ഈ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിച്ചത് പോലും. നിങ്ങൾ സന്തോഷിക്കുന്നു എങ്കിൽ ആ സന്തോഷം നിങ്ങളിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല എന്നും നിങ്ങൾക്കൊപ്പമുള്ളവരും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളും സന്തോഷത്തിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അവരും സന്തോഷിക്കണം എന്ന ആഗ്രഹമുള്ളവർ തന്നെയാണ് നിങ്ങൾ എന്ന് പരാമർശിക്കാം. എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ വളരെയധികം സന്തോഷിക്കുകയും, അതായത് നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന പല വ്യക്തികളും പല കാര്യങ്ങളിലൂടെയും സന്തോഷിക്കുകയും, നിങ്ങൾക്ക് സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മുൻപത്തെ സന്തോഷം അത്രയും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഒരു പരീക്ഷണാവസ്ഥയിലൂടെ അല്ലെങ്കിൽ വിഷമകരമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അത്തരമൊരു അവസ്ഥ നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ സംഭവിച്ചതാണ് എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. കുറച്ച് നാളുകളോ കുറച്ച് ദിവസങ്ങളോ ആയി ഇപ്രകാരം ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് പല അവസരങ്ങളും നഷ്ടമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം ലഭിച്ചു എന്ന് തോന്നും, അല്ലെങ്കിൽ ആ കാര്യം നടന്നു എന്ന് ചിന്തിക്കും. എന്നാൽ ആ കാര്യം ലഭിക്കാത്തതായ അവസ്ഥ, കപ്പിനും ചുണ്ടിനും ഇടയിൽ തീർച്ചയായും അത് നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. തൊട്ടില്ല എന്ന് പറയുന്നതായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.
അത്തരമൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് സംശയമുണ്ട്. ഭാഗ്യം പോലും നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന സാഹചര്യം. ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും ഉത്തരവാദിത്തങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാനുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ മുൻപത്തെ പോലെ നിങ്ങൾക്ക് അത് നടത്തുവാൻ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അത് നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. നിങ്ങൾക്ക് ഭാരത്തോടെയും പ്രയാസത്തോടെയും അല്ലാതെ ഒരിക്കലും ജീവിതത്തെ അഭിമുഖീകരിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്ന് പറയാം. അത്രമേൽ മനോവേദന, മനോവിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്. കടബാധ്യതകളോ മറ്റ് വിഷമകരമായ സാഹചര്യങ്ങളോ ജീവിതത്തിലുണ്ട്. പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്കുള്ള സാഹചര്യം കാണുവാനായി സാധിക്കുന്നു. നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ വിഷമതകൾ അത് ചെറുതോ അല്ലെങ്കിൽ വലുതോ ആകാം. അത് ഏത് വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വിഷമതകളോ ആണ് എങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മറികടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ ഭാരപ്പെടുന്നതായ അവസ്ഥകളുണ്ട് എങ്കിൽ അത് മാറ്റുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാലും അത് സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. മനസ്സിനെ ഭാരപ്പെടുത്തുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നു. എന്നാൽ ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾ അതിനൊരു മാറ്റം സംഭവിക്കും എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത അത് ഈശ്വരന്റെ അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് കടബാധ്യതകളുമായി ബന്ധപ്പെട്ടോ ബന്ധങ്ങൾ ശിഥിലമായ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റമോ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പ്രാർത്ഥനകൾ പ്രധാനമായും ഈ സമയം ഫലിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭാരപ്പെടുന്നതായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരികയും ധാരാളം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണ് എങ്കിലും അത് ജീവിതത്തിൽ നിന്നും അകന്ന് മാറുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം ഈശ്വരാനുഗ്രഹത്താൽ പ്രധാനമായും പ്രയാസങ്ങൾ മറികടന്ന് ആഗ്രഹത്തിന്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാം എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും വിദ്യാഭ്യാസം അല്ലെങ്കിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. പലപ്പോഴും മാതാപിതാക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ സന്തോഷകരമായ നിമിഷങ്ങൾ തുടർന്ന് നൽകുവാൻ സാധിച്ചിട്ടില്ല എന്ന വിഷമം നിങ്ങൾക്ക് പലപ്പോഴുമുണ്ട്. അതിലൊരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യവും ജീവിതത്തിലുണ്ട്. മനോവിഷമങ്ങൾ പല കാര്യങ്ങളിലും നേരിടുന്ന വ്യക്തികളാകാം നിങ്ങൾ. പ്രയാസങ്ങൾ പലതും അനുഭവിച്ച് പോരുന്നവരാകാം. എന്നാൽ ഏതെല്ലാം കാര്യങ്ങൾ തള്ളിക്കളഞ്ഞാലും ലക്ഷ്യം അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. സ്വപ്നം നിങ്ങൾക്ക് വലുത് തന്നെയാണ്. അതിലേക്ക് എത്തിപ്പെടുവാനുള്ള ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. ജീവിതത്തിൽ അതിനുള്ള അവസരങ്ങൾ തന്നെ കടന്നു വരും എന്ന് കാണുന്നു. പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത് തരണം ചെയ്തു തന്നെയായിരിക്കും നിങ്ങൾ ഉയർച്ച നേടുക. നിങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അകന്നു പോകുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരും. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത്. നിങ്ങൾ ധൈര്യമായി തന്നെ മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ ചിത്രമായ മഞ്ഞളാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. മഞ്ഞളിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ദേവിക്ക് വിശേഷപ്പെട്ടതായ വസ്തുക്കളിൽ ഒന്ന്. അതിനാൽ തന്നെ ഈ വസ്തു നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ അത് ദേവിയുമായി ബന്ധപ്പെട്ട അനുഗ്രഹത്തെ സൂചിപ്പിക്കുവാൻ സാധിക്കുന്നതുമാണ്.
പ്രധാനമായും ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ അറിയേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾ തളർന്നിരിക്കുന്നു, ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. നിരാശകൾ, വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും നിങ്ങൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലരും നിങ്ങളെ മാറ്റി നിർത്തുവാനോ അത്തരത്തിൽ കണ്ടില്ല എന്ന് നടിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും പ്രയാസത്തിലോ പ്രതിസന്ധികളിലോ ആണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും പല കാര്യങ്ങളിലും ഇത്തരം വിഷമതകൾ ഉണ്ടാകുന്നതായ സാഹചര്യത്തിൽ നിങ്ങൾ തളർന്നു പോകുന്നു എന്നതും ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന ഒരു വിഷമത തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും അപ്രതീക്ഷിതമായി ഈശ്വരൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാം. ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങൾ എല്ലാം വരുമ്പോൾ തന്നെ നിങ്ങൾ തീർച്ചയായും ഈശ്വരനെ ഓർക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ ഫലിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ വിഷമിക്കേണ്ടതായിട്ടില്ല എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പല കാര്യങ്ങളും ആലോചിച്ച് വിഷമിക്കുന്നവരാകാം നിങ്ങൾ. കുടുംബജീവിതം, അല്ലെങ്കിൽ ബന്ധങ്ങൾ, ജോലി, അതെല്ലാം കടബാധ്യതകൾ, സാമ്പത്തികപരമായ പരാധീനതകൾ, ഇത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത് നിങ്ങൾക്ക് മുൻപിൽ പല മാർഗ തടസ്സങ്ങളുണ്ട് എങ്കിൽ അതിനെല്ലാം മാറ്റങ്ങൾ വന്നു ചേരും. അധ്വാനിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശേഖരിച്ചു വയ്ക്കുവാൻ, അത് ധനമാകാം, നിങ്ങൾക്കത് സാധിച്ചിട്ടില്ല. സമ്പാദ്യശീലം പലപ്പോഴും തുടങ്ങണം എന്ന് ആഗ്രഹിച്ചാലും അത് പല കാര്യങ്ങൾ കൊണ്ടും മുന്നോട്ട് പോകാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് പോകാത്തതായ അവസ്ഥ പോലും ജീവിതത്തിൽ ഉള്ളവരാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷിക്കണം എന്നുണ്ട്, എന്നാൽ അതിന് സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. ചുറ്റും കണ്ണോടിക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങളെ ഭയപ്പെടുത്തുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് വിഷമതകളുണ്ട്. ഭാരപ്പെടുന്നതായ സാഹചര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവമാണ്. ചില മോശം സാഹചര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാകാം. നിങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന തടസ്സങ്ങളോ അല്ലെങ്കിൽ അത്തരം വിഷമതകൾ തീർച്ചയായും മാറിപ്പോകാം. നിങ്ങൾ ജീവിതത്തിൽ എത്ര തന്നെ വിഷമതകൾ അനുഭവിക്കുന്നുവോ, ദുരിതങ്ങൾ അനുഭവിക്കുന്നുവോ, അത്രയും രീതിയിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിട്ടാൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി അകന്നു പോവുകയും ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രതീക്ഷ അത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് കാണുവാനായി സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തുലം കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ പ്രതീക്ഷിക്കുന്നത് പോലെ അത് എളുപ്പമാകണം എന്നില്ല. ചില തടസ്സങ്ങളുണ്ട് എങ്കിലും തളരാൻ പാടില്ല എന്ന് കാണുന്നു. അധികം താമസമില്ലാതെ തന്നെ ആ കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും അതിനൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഒരു വഴി, അപ്രതീക്ഷിതമായ ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിച്ചു എന്ന് വരാം. നിങ്ങൾ അനുഭവിച്ച് പോരുന്നതായ ആ ദുരിതപൂർണമായ അവസ്ഥയ്ക്ക്, കഷ്ടപ്പാടുകൾക്കും അതെല്ലാം ഒരു താൽക്കാലികം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം തീർച്ചയായും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ഭാഗ്യാനുഭവം തന്നെയാണ്. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വഴികൾ കാട്ടിത്തരണം എന്ന് പ്രാർത്ഥിച്ചിട്ട് പോലും ഫലം ലഭിക്കുന്നില്ല എന്നൊരു വിഷമമുണ്ട് എങ്കിൽ ആ വിഷമതകൾക്ക് ഒരു പരിഹാരം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ പ്രയാസങ്ങൾക്ക് ഒരു
മറുപടി തന്നെ ലഭിക്കും. ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. പരീക്ഷണ ഘട്ടത്തിലൂടെ മുന്നോട്ട് പോയിരുന്ന നിങ്ങൾക്ക് അതിജീവനമാണ് ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുള്ളത്. പുതിയ കാര്യങ്ങൾ പ്രവർത്തിക്കുക മാത്രമല്ല, ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വാങ്ങുവാനും കടബാധ്യതകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാനും ധന നേട്ടങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുവാനും നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരാം. ഈശ്വരൻ തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല കാര്യങ്ങളും സംഭവിക്കും. ആ അത്ഭുതകരമായ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നതായ ആത്മവിശ്വാസം അത് വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് ലഭിക്കാനുള്ള അവസരമാണ് വന്നു ചേരുക. പരിഹാസങ്ങളും തിരിച്ചടികളും അംഗീകാരങ്ങളും നേട്ടങ്ങളും ഇതെല്ലാം ലഭിക്കാത്തതായ അവസ്ഥയും പരിഹാസങ്ങളിലൂടെ മുന്നോട്ട് പോയിരുന്ന നിങ്ങൾക്ക് ചുറ്റിലുമുള്ള പല വ്യക്തികളുടെ പരിഹാസങ്ങളിൽ നിന്നും ഒരു മോചനവും വന്ന് ചേരുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള വഴി നിങ്ങൾക്ക് എളുപ്പമായി തീരുന്ന സാഹചര്യങ്ങളും കടന്നു വരാം. അത്തരമൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ, ചിന്തിക്കുന്ന രീതിയിൽ തന്നെ സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിൽ അതെല്ലാം മറന്ന് ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയപദത്തിലേക്ക് നിങ്ങൾ എത്തും.